പൊതുജനത്തിന്റെ 3.5 കോടി രൂപയ്ക്ക് ഒരു വിലയുമില്ലേ? ഇല്ലെന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. വീടും ഭൂമിയും ഇല്ലാത്ത 28 കുടുംബങ്ങൾക്ക് വേണ്ടി 2019 വാത്തിക്കുടിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കാടുകയറി നശിക്കുന്ന മറ്റൊരു സർക്കാർ പദ്ധതിയുടെ ഉദാഹരണം കൂടിയായി മാറുകയാണ് ഇന്നത്. വാത്തിക്കുടി പഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള 28 ഗുണഭോക്താക്കൾക്ക് വേണ്ടി ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ക്ഷമിക്കണം, ഫ്ളാറ്റ് ആയിട്ടില്ല, ഫ്ളാറ്റ് ആകും എന്നാണ് കഴിഞ്ഞ 6 വർഷമായി പറയുന്നത്. നിലവിൽ ഇത് ഇരുമ്പ് കൂടാരം പോലെ, ഒരു അസ്ഥികൂടം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് പിന്നിലെ കഥയാണ് ഇനി പറയുന്നത്. രണ്ടായിരത്തി 19-2020 സാമ്പത്തിക വർഷം 3.40 കോടി ചിലവിലാണ് ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കാൻ തുടങ്ങിയത്. കോവിഡ് കാലത്ത് നിർമ്മാണം മുടങ്ങി. പിന്നീട് സാധന സാമഗ്രികളുടെ വില വർദ്ധിച്ചതോടെ എസ്റ്റിമേറ്റ് തുകയിൽ മാറ്റം വരുത്താതെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് കരാർ കമ്പനി നിലപാടെടുത്തു. ഇത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അതിൽ 27 വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇത് തുടക്കത്തിൽ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ഫണ്ട് തികയുന്നില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കോൺട്രാക്ട് ഇട്ടിട്ട് പോയി. അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിന് സെക്കൻഡ് ഗഡുവായിട്ട് വീണ്ടും പൈസ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതുപോലെ ഇതിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും വളരെ ക്രമക്കേട് ഉണ്ട് അതിനകത്ത്. വീടും ഭൂമിയുമില്ലാത്ത 28 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ലൈഫ് പദ്ധതി അനുവദിച്ചത്. സിമന്റും കട്ടയും ഒഴിവാക്കി പൂർണ്ണമായും ഇരുമ്പ് തണ്ടുകൾ ഉപയോഗിച്ചാണ് സമുച്ചയം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്. ഭൂരിഭാഗം സാധനങ്ങളും ഇതിനോടൊപ്പം മഴയും വെയിലും കൊണ്ട് തുരുമ്പിച്ച് നശിച്ചിരിക്കുകയാണ്. അഴിമതിയുടെ ഒരു ഏറ്റവും വലിയ നേർക്കാഴ്ചയാണിത്. ഇതേപോലെയുള്ള ഈ കുഗ്രാമങ്ങളിൽ ഇത്രയും വലിയ അഴിമതിയൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ ടൗണിലോട്ടും വലിയ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ഒരു ഇതിനെ എത്രമാത്രം കാണിച്ചിരിക്കാം ഇവരെല്ലാവരും. പുതിയ എസ്റ്റിമേറ്റ് തുക സർക്കാർ അംഗീകരിക്കണം, എങ്കിലേ നിർമ്മാണം പുനരാരംഭിക്കുകയുള്ളൂ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ അത് സാധ്യമാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. തുരുമ്പെടുത്ത് കാട് കയറി നശിക്കുന്ന കോടികൾ, അങ്ങനെ വേണം ഈ നിർമ്മിതിയെ വിശേഷിപ്പിക്കാൻ. അങ്ങനെ തുരുമ്പെടുത്തും കാട് കയറിയും നശിപ്പിച്ച് കളയേണ്ടതല്ലോ സർക്കാരിന്റെ കോടികൾ. അതും ജനങ്ങളുടെ നികുതി പണം കൂടിയായ സർക്കാരിന്റെ പണം. എത്രയും വേഗം ഈ പദ്ധതി പൂർത്തിയാക്കുക, അത്രമാത്രമേ ജനങ്ങൾക്കും പറയാനുള്ളൂ. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.